ഊട്ടിയിൽ വന്നാണ്ട് തെരുവിൽ കാണുന്ന സകല പൂവും പറിച്ചു കൊണ്ടുപോകാം. എന്താ സിന്ന എന്റെ കഥ? ഇത് നമ്മളെ നാട്ടിൽ നിന്ന് മറ്റേ ഇത് മല്ലികപ്പൂ അതിലുണ്ട്. അങ്ങനെ തന്നെയാണ്. ഇവിടുന്ന് കുറച്ച് പൂവുണ്ടല്ലോ ഓണത്തിന്. ഞങ്ങളിപ്പോ പോകുന്ന വേറൊരു കപ്പിൾസ് ആണിത്. കണ്ടോ, ഓരോ പീടിയില് സോപ്പ് വാങ്ങാം. വെള്ളിയും വെള്ളിയിട്ടാണ് രണ്ടാൾക്കാരെ കൊണ്ടുപോക്കിയ ഇല്ലേ? ഞങ്ങള് സ്റ്റേക്കുള്ള പ്ലാനൊന്നും ഇല്ല ശരിക്ക്. ഞങ്ങള് ഫോൺ കൊടുത്തു. ഫാനും കുപ്പായോട്ട് ഞങ്ങൾ നാളെ ഇതന്നെ കാണാം. അതെ, ഒരു 2-3 ദിവസം ഈ ഒരു ഡ്രസ് ഇട്ടാണ്ട് ഇങ്ങനെ കാണാം. അങ്ങനെ കഴിഞ്ഞു പോകും. തണുപ്പല്ലേ? തണുപ്പ് പറഞ്ഞാണ്ടല്ലോ, നല്ല തണുത്ത കാറ്റ് കുപ്പായത്തിനുള്ളിൽ ഇങ്ങനെ അടിച്ച് കയറി വരുന്നുണ്ട്. കാട്ടുണ്ടല്ലേ. നമ്മൾ രാവിലെ തന്നെ റൂം വെക്കേറ്റ് ചെയ്താണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോണത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. അപ്പം നമ്മൾ എല്ലാവരും പോണ വഴിക്ക് നിലമ്പൂർ വഴിക്കല്ല നമ്മൾ തിരിച്ചാണ്ട് നമ്മൾ നാട്ടിൽ പോണത്. നമ്മൾ തിരിച്ചു പോണത് മേട്ടുപ്പാളയം അട്ടപ്പാടി വഴിക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വഴിക്കെല്ലാം പോകുമ്പോൾ നല്ല വ്യൂ ആട്ടോ, നല്ല സീനറിയാണ് കാണാൻ, നല്ല തേയിലത്തോട്ടം, അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങൾ അട്ടപ്പാടി വഴി പാലക്കാട് വഴി ഞങ്ങൾ ഇവിടെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ്. നോക്കിയാ എന്നെ എന്റെ ബാക്കിക്കാരാക്കണം മൊത്തം ഇവ കയറിക്കണം. ഒന്നുമില്ല മോനെ തരാന്. ഇവിടെ നല്ല ഒരു കിടിലൻ ഇപ്പൊ എത്ര കിലോമീറ്ററുകൾ കാണുന്നുണ്ടാവും കുഞ്ഞു? ലോങ് വ്യൂ ഉണ്ടല്ലോ, കിലോമീറ്ററുകൾ ഉണ്ടാവില്ല. അതൊക്കെ കിലോമീറ്ററുകളില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നത് സേലം തമിഴ്നാടിന്റെ ആ ഒരു സിറ്റി ഇതുണ്ടല്ലോ. നമ്മളിഞ്ഞ് പോകുന്ന ആ വഴിയായിരിക്കും മിക്കവാറും. അതായിരിക്കും ചിലപ്പോ അങ്ങാടിയില്ലേ മേട്ടുപാളയം കണ്ടിട്ട് തമിഴ്നാട്ടിൽ ചെങ്ക് എന്ത് തോന്നണോളെ. ഇവിടെ ഒരു തടാകമുണ്ട്, ഒരു കിടിലൻ തടാകം. നല്ല നമ്മളെ മുകളിലുള്ള വ്യൂ ആണ് ഏറ്റവും. ഈ ഒരു ആകാശമൊക്കെ ഉണ്ടോ, ക്ലൗഡൊക്കെ ഇങ്ങനെ ആയിട്ട് നിൽക്കുമ്പോ ഫോണിൽ കാണാൻ നല്ല രസമുണ്ട്. നേരിട്ട് കാണാൻ അതിലാ രസം. നോക്കിയാ ഇജ്ജ് പറഞ്ഞ മരിക്കുമാരൊക്കെ കാറിന്റെ കൂടെ ഗ്ലാസിന്റെ കൂടെ നടക്കണ നോക്കിയാ. കാറിനുള്ളിൽ നല്ല മെച്ചല്ല പരിപാടി അല്ലേ. വളവൊന്നും ഇവിടെ നടക്കൂല. മേട്ടുപ്പാളയം ബൈക്ക് പോകുന്നതുകൊണ്ട് തന്നെ തമിഴ്നാടിന്റെ ശരിക്ക് ഗ്രാമീണ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുട്ടോ. ആ ശരിയായ പണ്ടത്തെ ആ സിനിമയിൽ കാണുന്ന അതുപോലത്തെ ഗ്രാമീണ പ്രദേശം ഇത് കണ്ടില്ലേ. ഒരാൾ ഇവിടെ ചുരം ഇറങ്ങിയപ്പോൾ ആകെ സൈഡ് അയക്കണേ, ആകെ ഛർദ്ദിച്ച് ഒരു വൈക്കായി പോയിക്കണേ. എന്നാലും പ്രശ്നമൊന്നുമില്ല, ഞാനതിന് തരണം ചെയ്തും പറഞ്ഞാണ്ട് കിടക്കുന്നത്. ഗൂഗിൾ മാപ്പ് ഒരു വഴി കാട്ടി തന്നു ഉണ്ടോ. 6 വഴിയാണ് ഞങ്ങൾക്ക് കാട്ടി തന്നത്. 6 വഴി എന്ന് പറഞ്ഞാൽ 6 വഴി. വണ്ടി പോന്നു, ഇതൊരു അപാര ഷോർട്ട് കട്ടായി പോയി. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വഴി അധികം മലയാളികളൊന്നും എത്തിപ്പെട്ടിട്ടില്ല. തണുപ്പുണ്ട്, വെള്ളം ഇതായിരുന്നു. വേറൊരു ലോറി വരുന്നുണ്ട്. ഈ ലോറി ഇതിങ്ങനെ വെള്ളത്തിൽ കൂടെ ഇറങ്ങിയാണ് ഇങ്ങോട്ട് പോകും. തെറ്റല്ലേ, തെറ്റാണ്. മോങ്ങ കഴിക്കോ, മോങ്ങ കഴിക്കോ. കേൾക്കണല്ലോ. അതെന്താ ബൈ എന്തുകൊണ്ട് മോങ്ങ കേൾക്കുന്നില്ല? സംഭവം സെറ്റ് ആയിട്ടോ. നല്ല നിജാറുണ്ട്. ഇത് കാറിനുള്ളിൽ കടന്നുറങ്ങണ വീടുണ്ട്. ആടിയിട്ട് വേയാമ്പലമായില്ല, വേയാമ്പലമായില്ല. ഇവര് ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോകും.
ഇത് മഴക്കാലത്ത് ഇത് കൂടെ പോക്കിടക്കൂല അല്ലേ? ഇതാണ് നിങ്ങൾ ആരും കണ്ട് പരിചയമില്ലാത്ത അപ്പൂപ്പന്താടിന്റെ മരം, അതായത് കുഞ്ഞപ്പൂപ്പന്താടിന്റെ മരം. ഓ അതൊന്നും ഇതിൽ പറയല്ലേ, മുദ്രക്കാണ് തോന്നുന്നു. പോകുന്ന വഴിക്ക് നമ്മളൊരു ഇളനീൻ കുടിക്കാനും വേണ്ടി നിർത്തിയതാണ്. അവിടെ ഇളനീൻ കുടിക്കുന്നുണ്ട്. ഈ ചേച്ചിന്റെ കടയിലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ ഉള്ള സാധനങ്ങൾ മുക്കാൽ ഭാഗവും ചേച്ചിന്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ചക്കെല്ലാം ഞങ്ങൾ വീട്ടിലൊന്ന് കഴിച്ചു നോക്കിട്ടോ, നല്ല അടിപൊളി, നല്ല മധുരം. കാരണം ഇപ്പോൾ അവിടെ ചക്ക സീസണൊന്നും അല്ല. പിന്നെ ഞങ്ങളെല്ലാവരും പിന്നെ ഓരോരോ ഇളനീനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇളനീനൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും തിരിച്ച് നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ.